നമ്മളിന്ന് വ്ളോഗ് തുടങ്ങാൻ വേണ്ടി പോകണം. നമ്മളെ കോളേജിലത്തെ കാര്യങ്ങളും പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലും അതൊക്കെ അത്രേ ഉള്ളൂ. ഒക്കെ കൂടി വ്ളോഗ് പൂശാൻ പോണ ഇനി ഞങ്ങളുടെ യൂട്യൂബ് എത്തിക്കും. അത്രേ ഉള്ളൂ. അതെ, ഇവിടത്തെ എല്ലാ നിഗൂഢതകളും എല്ലാം നമ്മ പുറത്ത് കൊണ്ടുവരും. അതായത് ഇന്നോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മ ഇന്നോട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതും വേണം. ഓക്കെ, അപ്പൊ നേരെ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാൻ പോകണ്ട. അടുത്ത ഇനി വേറെ വല്ല എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഇടയെന്നൊക്കെ ആയിരിക്കും വരാം. ഓക്കെ, ബൈ ബൈ, സി യു. അപ്പൊ ഗൈസ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് റംസൽ ഖാൻ PR, ഇത് സായുജി, ഇത് അജ്സൽ മുഹമ്മദ്, ആഷിൽ PL, ഇത് നസൽ. ഇനീഷ്യൽ പറയടാ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത്ര നേരം ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷ്വൽ എടുത്ത് തന്നത് നമ്മളെ വേറെ മറ്റാരുമല്ല, ഹെന്ന ആർട്ടിസ്റ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, സമയം ഇപ്പൊ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം അങ്ങോട്ട്. ഇപ്പൊ സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ ഫുഡ് കഴിക്കാൻ പള്ളി പോകണ്ട ഫുഡ് കഴിക്കണം. ഫുഡ് ആരെ ചെലവാ? പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ലിക്വിഡ് മണീൻ്റെ സത്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ. എവിടെ എന്റെ പൈസ നിങ്ങക്ക് ഫുഡ് ഞാൻ വാങ്ങിച്ച ആരും വാങ്ങിച്ചു അല്ലേ? വീഡിയോ കട്ട് ചെയ്തത് ആയുജ് മാറി. ഇത് ആരെ വണ്ടി നമുക്കറിയില്ല. നിന്റെ കടം കയറിയിട്ട് എനിക്ക് വണ്ടി ഓടിച്ചു. അമ്മണി നമ്മളെ മോള് സുശീല മന്തി ഞാനായിട്ട് സ്പ്രേ അടിച്ച് ഇവളുണ്ട്. നമുക്ക് ഇപ്പൊ വിഷ്വൽസ് എടുക്കുന്നത്. ഫസ്റ്റ് ഇൻട്രോ എടുത്തത് സഫിയത്ത്. അപ്പൊ ഗൈസ്, നമ്മിപ്പോ അവിടെ പോവാ ഗൈസ്. ഇതുണ്ട് നമ്മളെ കോളേജിത്തെ കണ്ണാടി. ഇപ്പൊ അപ്പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കാണാൻ പറ്റും. കണ്ടാ, നിനക്ക് കാണണ്ടോന്ന് അറിയില്ല. ഉള്ളിത്താണോ ഇത് കാണണ്ടാ? ഇത് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ആൾക്കാരെ ട്രോളാ. അപ്പുറത്ത് നിന്നിട്ട് ഇപ്പൊ കാണിക്കണ്ട. ഇതുണ്ട് നമ്മളെ കോളേജിന്റെ കാർ പാർക്കിംഗ്. കണ്ടന്റ് കിട്ടി പോയാലോ? ഹലോ ഗൈസ്, അപ്പോ ഇനി കുറച്ചു നേരം ബ്ലോഗ് ഞാനാണ് ചെയ്യാൻ പോണത്. കൊള്ളാലേ? എന്റെ അത്ര ഇല്ല, അത് വേറെ കാര്യം. എന്റെ അത്ര ഇല്ല. ഹലോ. അപ്പോ ഈ ചാനലിന്റെ ഉടമസ്ഥൻ കുറച്ച് ബിസിയാണ്. അടിപൊളി ഊണാണ് ക്യാൻറ്റീനത്തെ. നിങ്ങളെല്ലാരും വന്ന് ഊണ് കഴിക്കണം കേട്ടോ ക്യാൻറ്റീനത്തെ. ബിസിയാണ്. അപ്പോ സായിച്ചു ബ്രോ, എന്താണ് പറയാനുള്ളത്? ഇതെന്റെ ചാനലാണ്. ഇതെന്താ ഇങ്ങനെ ആൾക്കാരെ കാണാൻ? നോക്കട്ടെ നെസൽ, നോക്കട്ടെ നെസലിനെ ഇങ്ങനെ നെസലിനെ കാണുമല്ലോ. മിസ്സേ ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ, അത്രേ ഉള്ളൂ. അപ്പോ ഫുഡ് കഴിക്കാൻ പോവാം. 25 രൂപ മന്തി ഉണ്ട് കോളേജിൽ. വലിയൊരു വിഷയം നടക്കുന്നുണ്ട്. സായുജിന്റെ പൈസ പോയി. എത്ര രൂപ പോയത്? 20 രൂപ. അത് എടുത്തല്ലേ ഞാൻ നിന്റെ പൈസ എടുക്കുന്നത്. പൈസ
നീ ഒന്ന് പഴയതൊന്ന് ചിന്തിച്ചേക്ക് എവിടെ ഇരുന്നേ എവിടെ നിന്നും നെഗറ്റീവായിട്ട് എന്റെ പൈസ ഇല്ല പോയി എന്റെ പൈസ ഓണിലുണ്ട് ബ്രോ ഇത് കണ്ടിട്ടുണ്ടാ ഇതാണ് സമി, ഇതാണ് റാശി. ഇത് ഇറങ്ങി 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 ഫുഡ് കഴിക്കാൻ പോവാ. എന്നാ ഇപ്പം ഇങ്ങടെ പോണ ചോറിക്ക് പോയി അവളെ കാണില്ല ആരെ ചോദിക്കാൻ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ കോളേജിന്റെ ഉള്ളിലത്തെ വലിയ സ്റ്റേജ്, മെയിൻ സ്റ്റേജ് പറയുന്നത്. പക്ഷെ പരിപാടി ഒന്നുമില്ല, പരിപാടിയൊക്കെ ഓഡിറ്റോറിയത്തിൽ, കുഞ്ഞി ഓഡിറ്റോറിയത്തിൽ പരിപാടി എടുക്കാം. ഇതിന് മെയിൻ സ്റ്റേജ് ഇതാ, മെയിൻ സ്ഥലം. അലുമിനി സ്ക്വയർ. എടാ നിനക്ക് എന്താണ് ഇത്ര ധൈര്യം ഇല്ലാത്തത്? മന്തി കഴിക്കാൻ പോവാ. മന്തിയാണോ? മന്തി, അൽഫാം മന്തി ട്രൈ ചെയ്തൊക്കെ. വെറുംചോർ മന്തി. മന്തിയാണോ? ശരിക്കും മന്തിയാണോ? ഞാൻ മന്തി കഴിക്കുന്നത്. കഴിച്ചോക്കാം ഗൈസ് നമ്മളെ ക്യാൻറ്റീൻ, ഹൈടെക് ക്യാൻറ്റീൻ. മന്തി വരെ ഉണ്ട്, മന്തി വരെ ഉണ്ട്, പെരി പെരി ഉണ്ട്, ഹണി ഉണ്ട്. നിനക്ക് മന്തിയാണോ? ഗൈസ് ഇതെന്താ ക്യാൻറ്റീൻ. ഇത് വൃന്ദ, ഇത് ദേവിക. സൂമാക്കാൻ പറ്റുമോ? അതിലും കിടുവായിരുന്നു. ഞാൻ ഓണർ തന്നെ ഇതിൻ്റെ ഓണർ. എന്താണ് അറിയാനുള്ളത്? നീ പോയി ചോറ് വാങ്ങിട്ട് ചോറ് ഞാൻ വാങ്ങുന്നുണ്ട്. ചോറ് അതെല്ലാം നമുക്ക് പരിഹരിക്കണം. അവിടുത്തെ കാര്യങ്ങളല്ല. നീ ചോറ് വാങ്ങിച്ചിട്ടോ? ചോറ് വാങ്ങിക്കാൻ വലിയ KSUവിന്റെ എന്തോണെന്ന് പറയുന്നത്. KSUവിന്റെ എന്താണ്? കേസുവിന്റെ ഒരു പ്രവർത്തകനാണ്. എന്ത് പ്രവർത്തകൻ? സഹപ്രവർത്തകൻ. സഹപ്രവർത്തകൻ എന്തേ? അപ്പൊ വലിയ കാര്യമില്ല. ഒരു ചോറ് വാങ്ങാൻ പോകാൻ ധൈര്യമില്ല ഒറ്റയ്ക്ക്. എനിക്ക് തിന്നണം. ദോശ വന്നപ്പോ ലേറ്റ് ആയി. ഫുഡ് എങ്ങനെ റോഷൻ ലേറ്റ് ആയത് എന്താണെന്നറിയോ? KSUവിന്റെ പ്രവർത്തകർ പോയിട്ട് നേരെ മെയ് വന്നേക്കാം. ആ പോസ്റ്ററാണ് കയറിയത്. പ്രതികരിക്കുന്നില്ല. പ്രതികരിച്ചില്ല. ഒരു സെന്റിമെന്റ് വീഡിയോ സെന്റിമെന്റൽ വീഡിയോ ഒതുക്കി. അഞ്ചാളിന്റെ ക്ലാസ് ഉണ്ടായിട്ട് 5 ക്ലാസ്സിലുള്ളൂ. അപ്പൊ ഗൈസ് നമ്മളെ ഒരു കുപ്പിണ്ട്. നമ്മള് നമ്മള് ജൂനിയർ ചലഞ്ച് കൊടുക്കാണ്. ഇങ്ങനെ കറക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മിഠായി. എങ്ങനെ കരിമേ ഫസ്റ്റ് വരാണ്. ട്രയലൊന്നുമില്ല. ഒറ്റ 3 ചാൻസ്. എന്റെ പിള്ളേർ തിന്നട്ടെ. ഒരു ചാൻസ് ഉണ്ട്. ഇവരൊക്കെ 3 ചാൻസ് ആണ്. പോയി ഒരു മിഠായിട്ടാ. ഒരു ചാൻസ് എപ്പോഴാണല്ലോ കിട്ടോ. മണ്ണിലിട്ടേക്ക്
അടുത്ത 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 ആളെ ബാബുമാരെ വിളിക്കും ഒരു ബ്ലോഗ് ഇത്ര പേടിയാ ഓഫ് ചോദിച്ചെടുക്കല്ലേ അല്ലെ പറ്റില്ല എടാ സാബിത്തെ വന്ന ഒരു ചലഞ്ച് ഉണ്ട് വാ അല്ല ഞാൻ വിളിച്ചേ എല്ലാരും വരണം ബാ 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 ഒന്നുമില്ല വാ 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 വാടാ ഫോട്ടോ എടുക്കാന്നല്ല ഇത് നമ്മളെ വ്ളോഗാണ് ഇത് ഒരു 3 ചാൻസ് തരും ഇത് കറക്കില്ലേ കറക്കിയാൽ നമുക്കൊരു മിഠായി അതെ ഇവിടെ ഇവിടെ തുമ്മ തുമ്മ കറക്കി കറക്കിട്ടോ പോലെ പോലെ സമ്മാനമുണ്ട് 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 എന്നാ സമ്മാനം ആരും കൊടുക്കണത് സമ്മാനം കൊടുത്തു ഇതാണോ അതാണോ നീ ഫോണൊക്കെ എടുത്ത് ഞാൻ നിങ്ങൾ ചലഞ്ച് ചെയ്യണ്ട ആര് എവിടെ ഇവിടെ ഇടണോ ഇവിടെ ഇടണോ പേര് പറ പേര് പറ ഡിപ്പാർട്ട്മെന്റ് ഏതാണ് നിങ്ങളും ചെയ്യണ്ട വെറുതെ ഒരു മിഠായി കളയണ്ട ചെയ്യണ്ട ഇവിടെ ഇട്ടാ മതിയാ അവന്റെ കംഫർട്ട് ഉണ്ടോ ഒരു മിഠായിട്ടാ 3 അഞ്ച് ആ ഒന്ന് കോൺസെൻട്രേഷങ്ങളല്ലേ സമ്മാനം കൊടുത്തു നിങ്ങൾ വരണ്ട ആയോ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ നീ ചെയ്യണ്ട വാടാ വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ മിഠായി സ്റ്റോക്കില്ല കൊടുക്ക് കൊടുക്ക് സായി കൊടുത്തറ കൊടുക്ക് പേര് പറയൂ എൻ്റെ പേര് നാസിഫ് ആ ഓക്കെ ബാ 3 ചാൻസ് 3 ചാൻസ് ഇരുത്തണം എന്റെ കൈ കിട്ടും ഓ ആ അടുത്ത ആള് നെക്സ്റ്റ് ആര് ഇനി അവിടെ സെഫിയത്ത് ടീമിലുള്ളതെന്ന് അറിയാം ചെയ്യുന്നില്ല അവർക്ക് വേണ്ടെന്ന് ഇവരോട് കറക്കിട്ട ഒരു മിഠായി 3 ചാൻസ് വെറുതെ ഇട്ടാ മതി കേട്ടോ 3 ചാൻസ് ഉണ്ട് ആ 1 2 വേറെ ട്രൈ ചെയ്യണ്ട 1 അതും ഇട്ടോ ഇത് മാമ അടിപൊളിയായിട്ട് ഇരുന്നോളൂ എന്നാ നിനക്ക് ഗിഫ്റ്റ് വേറെ ആരും ഇടണ്ട വെറുതെ ഇട്ടോ നിങ്ങൾ ട്രൈ ചെയ്യണ്ട നമ്മളെ പരിപാടി വിജയിച്ചു ഗൈസ്. അതെ വിജയിച്ചു. നമ്മള് നല്ലൊരു വിജയത്തിലേക്ക് കുപ്പി ചലഞ്ച് വിജയിച്ചു. മിഠായില്ല ഇല്ലില്ല. ഓറഞ്ച് മിഠായി. അപ്പൊ ഗൈസ് നമ്മളെ ചലഞ്ച് ഇവിടെ അടിപൊളിയായി വിജയിച്ചിരിക്കുകയാണ്. അതെ അതെ, നമ്മൾ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഗൈസ് നമ്മ ക്ലാസ്സിൽ ഉച്ചക്ക് ബെല്ലടിച്ചപ്പോ നമ്മൾ ക്ലാസ്സിൽ കയറാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത് കാണണ്ട. അപ്പൊ ഗൈസ് നമ്മ ഇപ്പൊ ലാബിക്കാണ് പോവാൻ. നിന്റെ ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഗോപ്രോയുടെ ചാർജ് തീരാറായിട്ടുണ്ട് ഏകദേശം. നമുക്ക് നമ്മൾ ലാബിക്കണ്ട പോകണം. നമ്മ വിഷ്വൽ എഡിറ്റിംഗ് ഗൈസ്. നമ്മളെ ലാബ് കാട്ടാൻ പറ്റുമെന്ന് അറിയൂല. പെട്ടെന്ന് ഗൈസ് നമ്മൾ കാണിച്ചു തരും അല്ലേ? അത് കാണിച്ചു തരും. ലാബ് കോളേജ് വിട്ട് നമ്മളടുത്ത് ഒരാൾ പരാതിയായിട്ട് വന്നേക്കുന്നു. ബ്ലോഗി കൂട്ടിയില്ല. പരിചയപ്പെടുത്ത്
പരിചയപ്പെടുത്തു. ഇൻട്രോ ടൈ ബ്ലോഗ് പരിചയപ്പെടുത്ത്. നമുക്ക് ഇന്നിനി ചലഞ്ച് വെക്കണോ? പറ ഗൈസ്. നാളെ ഇതിന്റെ ബാക്കിയാണോ അല്ലെങ്കിൽ വേറെ ആണോ? ബാക്കി വേണ്ട. ബാക്കി വേണ്ട. ഓക്കെ, അപ്പൊ നമ്മളെ വ്ലോഗ് ഇന്ന് ഇവിടെ അവസാനിക്കേണ്ട മോനെ. അവസാനിക്കാൻ തുടങ്ങാൻ പോണേണ്. ഇല്ല, ഇന്ന് രാവിലെ തുടങ്ങി നീ വൈകിട്ട്. ഇപ്പൊ 20 മിനിറ്റ് ആയി. ഓക്കെ ഗൈസ്, അപ്പൊ ടാറ്റ, നാളെ കാണാം. ബൈ ബൈ.